ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വെനസ്വേലയിൽ ഭൂമികുലുക്കമുണ്ടായി. അങ്ങനെയുള്ള റിക്ടർ സ്കെയിൽ 7.8 അങ്ങനെ കൊണ്ടാണ് അതിൻ്റെ ചലനശേഷി എന്നൊക്കെ പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഇതൊന്നുമല്ല, എന്നാലും അത് കണ്ടതുകൊണ്ട് ഇട്ടു. ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വാട്സാപ്പ്, യൂട്യൂബ് ആൾക്കാരെല്ലാം, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒക്കെ ഒരു കാര്യം ചിന്തിക്കണം. കാരണം ഞാൻ 2002 കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു പ്രസ് മീറ്റ് നടത്തിയായിരുന്നു. അത് ഈ ഭൂമി കുലുക്കം സംബന്ധിച്ചാണ് പ്രസ് മീറ്റ് നടത്തിയത്. അതായത് ഭൂമി കുലുക്കം എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2002 ഒരു പ്രസ് മീറ്റ് കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്നത് ആദ്യമായിട്ട്. അതിനുശേഷം 2007 ഇതിന് സെസ്സിന് ഞാൻ സമർപ്പിച്ചു. അതായത് ഒരാൾ പറഞ്ഞു ഈ ഭൂമി കുലുങ്ങുന്നത് അത് ഏതോ ഒരു വ്യക്തിയാണ്, അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഭൂമി കുലുങ്ങുന്നതുകൊണ്ട് ഗുരുത്വാകർഷണം അങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൃശ്ശൂർക്കാരന്ന് PC ജോർജൊക്കെ അതിന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈ പ്രസ് മീറ്റ് നടത്തുന്ന സമയത്താണ് ഈ രാമർപിള്ള പെട്രോൾ കണ്ടുപിടിച്ചത്, മറ്റേ പച്ചില പെട്രോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേന് ഈ പത്രമാധ്യമങ്ങൾ എന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഒഴിവാക്കിയിട്ട് പിന്നെ ഇവ പൊട്ടത്തരം പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്ന മൊത്തം ഈ മീഡിയക്കാരെന്നോട് ചോദിക്കുന്നത്, ഇതിന് വല്ല മിഷനറി വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം എൻ്റെ വായടച്ചു പോയി. കാരണം എനിക്ക് ഈ മിഷനറി ഞാൻ മിഷനറി ഒന്നും കണ്ടുപിടിച്ചില്ല. ഭൂമി എങ്ങനെ കുലുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മിഷനറി വല്ലതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ല ഈ ലോകത്തിൽ ആരെങ്കിലും ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതോടുകൂടി വാർത്തകൾ നിന്നു. പിന്നെ 2007 ഇതുപോണക്ക് ആലപ്പുഴ പ്രസ് മീറ്റിലും, പിന്നെ അതുപോണക്ക് തന്നെ 2016 വീണ്ടും ഒരു പ്രസ് മീറ്റ്, ഞാനൊരു പ്രസ് മീറ്റ് നടത്തി. എന്ന് വെച്ചാൽ 2016 മല്ലപ്പള്ളി പ്രസ് ക്ലബിനകത്ത് ഞാൻ വീണ്ടും ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ അവരും ചോദിക്കുന്നത്, ഇവൻ പൊട്ടനാണ്, അല്ലെങ്കിൽ മിഷനറി വല്ലതും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ആണ് അവരെ പ്രസ് മീറ്റിനകത്ത് എന്നോട് ചോദിക്കുന്നത്. ഭൗമശാസ്ത്രത്തിൽ ഞാൻ നിരവധി ഗവേഷണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ആയുസിൻ്റെ ഒരു ഇതായിരിക്കാം. അത് ദൈവത്തിൻ്റെ ഒരു കഴിവാണത്. ഭൂമി എങ്ങനെ കുലുങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്ലേറ്റുകളാണ്. ഇതിൻ്റെ അടിയിലെല്ലാം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. ആ ദ്രാവകം ചൂടായിട്ട് ഓരോ പ്ലേറ്റുകളിൽ നിന്നും കൂടി വന്നിട്ട് ഇതെല്ലാം ഇതിപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഭൂമി കുലുങ്ങാനുള്ള ഏറ്റവും വലുതല്ല, ഇതാണ് ഭൂമി കുലുങ്ങുന്നത്. ഈ മൃഗങ്ങൾക്ക് ഏറ്റവും വലിയ കഴിവുണ്ട്. ഭൂമി കുലുക്ക സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട്. അതെന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ഈ കഴിവുണ്ടെന്നറിയുന്നത്? ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണമായിരിക്കാം, അവരുടെ ഈ ചെവി ഇങ്ങനെ താഴോട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും. പാമ്പുകൾ, പട്ടികൾ, അതുകൊണ്ടുള്ള മൃഗങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് വലുതായിട്ടുണ്ട്. ഇനി ഇത് കൃത്യമായിട്ടുള്ള ഇത് ഞാൻ നാളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതെങ്ങനെയാണ് കുലുങ്ങുന്നത് അത് ഞാൻ പടം വരച്ച് ഞാനൊരു ആർട്ടിസ്റ്റാണ്. പടം വരച്ച് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ആരും വിശ്വസിക്കുക ചുമ്മാ പറഞ്ഞാൽ. വർഷങ്ങൾ 10-20-30 വർഷം മുന്നേ പ്രസ് മീറ്റ് നടത്തിയിട്ട് ആരും വിശ്വസിച്ചില്ല. മനസ്സിലായില്ലേ? ഈ ഭൂമിയെ എല്ലാവർക്കും, ഈ അധിവസിക്കുന്ന ആൾക്കാർക്ക് കൊല്ലുകയല്ലാതെ, ഭൂമിയെ കൊല്ലാനാണ് എല്ലാവർക്കും ആവശ്യമുള്ളത്, താല്പര്യമുള്ളത്. എത്രയോ കോടാനുകൂടി വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രഹമാണിതെന്നറിയോ? ഗ്രഹം.
ഇത് കണ്ടെത്താനുള്ള കാര്യങ്ങളുണ്ട്. ഇത് കണ്ടെത്താനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. ഈ ഭൂമി എങ്ങനെ കുലുങ്ങുന്നു, അത് കണ്ടെത്താനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്തിയെടുക്കാം. ഇത് ഞാൻ സെസ്സിൽ കൊടുത്തിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സെസ്സിൽ കൊടുത്തതാണ്. അന്ന് ആണ്ട് ജോൺ മാത്യു അങ്ങനെ കണ്ട് ഒരാളായിരുന്നു സെസ്സിലെ ജീവനക്കാരൻ, അല്ല അവിടുത്തെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത്. അവർ പോലും ഇത് അക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരിനി അതിൻ്റേതായ രീതിയിൽ അന്വേഷിക്കുകയാണോ ഒന്നും എനിക്കറിയത്തില്ല. ഏതായാലും തിരുവല്ല RDO വഴിയാണ് ഞാനിത് സെസ്സിൽ സമർപ്പിച്ചത്. അത് എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് മേലിലായി. ഇപ്പം ഈ ഭൂമി കുലുങ്ങുമ്പം ഇവിടെയൊക്കെ വരുമ്പം ഓരോരുത്തരും ആ ഭൂമിയിലൊക്കെ അവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായി എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിലൊന്നും അല്ലെന്നുള്ളൊരു വിഷമം കൊണ്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടെന്നുള്ളേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പടം വരച്ച് നാളെ ഞാൻ കാണിച്ചു തരാം. അല്ല ഇപ്പം വർത്തമാനത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അത്രയുള്ള കാര്യം. ഓക്കെ, ഗുഡ് നൈറ്റ്.